നമസ്കാരം. തലസ്ഥാന നഗരിയെ വിറപ്പിച്ച സംഭവമായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രമം, വധശ്രമം. ഈ വിഷയത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരുന്ന 9 പേർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന 9 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവത്തിൽ പ്രതികൾക്ക് തിരിച്ചടിയും അതേസമയം താൽക്കാലിക ആശ്വാസവും നൽകുന്ന നിരീക്ഷണങ്ങളോടെയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൾക്ക് നേരെ ആരോപിക്കപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ അതീവ ഗൗരവമുള്ളതാണെന്നും ആക്രമണത്തിൽ പ്രതികൾക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാണെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കേസിന്റെ നിലവിലെ ഘട്ടത്തിൽ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വധശ്രമ കുറ്റം വകുപ്പ് 307 പ്രകാരം ഉള്ള കുറ്റകൃത്യങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്ന ഒരു ആരോപണമല്ല എന്ന നിർണായകമായ നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതായത് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വധശ്രമ കുറ്റം നിലനിൽക്കില്ല എന്ന നിരീക്ഷണമാണ് വന്നിട്ടുള്ളത്. പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. മാസപ്പടി സാമ്പത്തിക അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് റെയ്ഡിനായി എത്തിയപ്പോഴാണ് വൻ പ്രതിഷേധവും അതിക്രമവും അരങ്ങേറിയത്. പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെയും കേന്ദ്ര സുരക്ഷാ സേനയും ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തുകയും സഖാക്കൾ തടഞ്ഞു നിർത്തുകയും കല്ലുകളും തടികളും ഒക്കെ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ആദ്യം മുട്ടയെറിഞ്ഞു, ശേഷം കല്ലുകൾ പെറുക്കിയെറിഞ്ഞു, വടികളുമായാണ് ഇവരെ ആക്രമിക്കാൻ എത്തിയത്. ഇ ഡി ഉദ്യോഗസ്ഥർ വനിതകൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ നേരെയാണ് അതിക്രമം തൊടുത്തുവിട്ടത്. വലിയ രീതിയിൽ പ്രകോപിതരായിരുന്ന ഒരു ജനക്കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾക്ക് വ്യാപകമായ കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ആക്രമണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. എന്തായാലും ആഴ്ചകളോളം നീണ്ട ജയിൽവാസത്തിന് ശേഷം ജാമ്യാപേക്ഷയുമായി പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അന്വേഷണവുമായി പ്രതികൾ പൂർണ്ണമായും സഹകരിക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിന്റെ വിചാരണ നടപടികൾ മുന്നോട്ടു പോകുമ്പോൾ പ്രതികൾ കോടതിയിൽ കൃത്യമായി ഹാജരാകണമെന്ന് വ്യവസ്ഥയുമുണ്ട്. അന്വേഷണം നിർണായക ഘട്ടത്തിൽ നിൽക്കെ വധശ്രമ കുറ്റം ഒഴിവാക്കപ്പെട്ടത് പ്രതിഭാഗത്തിന് ചെറിയൊരു നിയമപരമായ ആശ്വാസമായെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കിയിട്ടുള്ള കോടതി നിലപാട് തുടരന്വേഷണത്തിൽ പ്രതികൾക്ക് വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശ്വാസ വാർത്തയാണ് സഖാക്കൾക്ക് വരുന്നത്. 9 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. മാസപ്പടി കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുവാനും റെയ്ഡ് നടത്താനും വേണ്ടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിലുള്ള വീട്ടിലെത്തിയിരുന്നത്. സഖാവ് പിണറായി വിജയന് നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുന്നു എന്ന വ്യാഖ്യാനയാണ് സഖാക്കൾ, CPM പ്രവർത്തകർ, SFIക്കാർ, DYFIക്കാരൊക്കെ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർ തെളിവുകളുമായി പുറത്തിറങ്ങിയ സമയത്താണ് വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവരെ ആക്രമിച്ചത്. എന്തായാലും വധശ്രമം പ്രഥമ ദൃഷ്ട്യാ നിൽക്കില്ല എന്ന കോടതി മൊഴി ഇവർക്ക് ആശ്വാസമാണെങ്കിലും മറ്റുള്ള തെറ്റുകൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.